ഹായ് നമസ്കാരം അജീഷ് ആട്ടോ. അപ്പം നമ്മൾ ഏകദേശം സമയം 1 മണി കഴിഞ്ഞു. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യണത് നമ്മുടെ ഫോണിലാണ്. ക്യാമറ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളത് കോപ്പി ചെയ്യണം, പിന്നെ എഡിറ്റ് ചെയ്യണം, കയറ്റിയിടാൻ ബുദ്ധിമുട്ടാണ്. ഫോണിലാണെങ്കിൽ നമുക്ക് ലൈവ് അടിച്ച് കയറ്റിയിടാൻ പറ്റുമല്ലോ. അപ്പം നമ്മുടെ റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ അങ്കത്തട്ടി തന്നെ നമ്മളുണ്ട്. രാവിലെ തൊട്ട് നമ്മളിവിടെ ഉണ്ട്. കുറച്ച് വീഡിയോസ് ലൈവൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നെറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എത്രമാത്രം അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. അപ്പം നിലവിൽ നമ്മുടെ റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ ഊട്ടുപുരയിലേക്കാണ് നമ്മുടെ യാത്ര കേട്ടോ. ഇപ്പോൾ ഭക്ഷണമൊക്കെ അവിടെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നവരൊക്കെ പരിചയപ്പെടണം. ആ ഒരു മേഖലയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. നമ്മുടെ സ്കൂൾ കലോത്സവത്തിൻ്റെ ഊട്ടുപുര എന്ന് പറയുന്നത് നമ്മുടെ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ UP സ്കൂളിലാണ് ഊട്ടുപുര ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നിലവിൽ ടൈമൊക്കെ ആയതുകൊണ്ട് ഫുഡ് വിളമ്പാനും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ട്. ഹായ്, എങ്ങനെയുണ്ട് ഫുഡൊക്കെ? കലോത്സവം സൂപ്പറാണോ? എവിടെ നിന്ന് തന്നെ? പൂച്ചപ്ര. ആ ഓക്കെ, തൊടുപുഴ വെള്ളയമറ്റ അറിയാം. ഫുഡൊക്കെ അടിപൊളിയാണോ? ഏതാ വെജിറ്റേറിയൻ ആണോ ഫുള്ള്? അതെ അല്ലേ, നമ്മുടെ സ്കൂളിലെ കുട്ടികൾ തന്നെയല്ലേ? അതെ, ശരി. അപ്പോൾ SN ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ UP സ്കൂളിലാണ് നമ്മുടെ ഫുഡ് കൊടുക്കുന്ന ഡൈനിങ് ഹാള് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ടീച്ചേഴ്സും അതുപോലെ കൂടെ വന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ഫുഡ് കഴിച്ചിരിക്കുന്നുണ്ട്. അടിപൊളിയാണോ? എങ്ങനെയുണ്ട്? സൂപ്പർ. എവിടെ നിന്ന് തന്നെ? കോളപ്ര. തകർത്തു. ഹായ്, എവിടെ നിന്നാണ് തന്നെ? മാങ്കുളം. പേര് പറഞ്ഞേ. പേരില്ലേ? എല്ലാവരും മാങ്കുളംകാരാ? അതെല്ലേ. സാറേ നമസ്കാരം. എങ്ങനെയുണ്ട് സാറേ നമ്മുടെ ഫുഡൊക്കെ? അടിപൊളി അല്ലേ? ഓക്കെ. ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം ഇന്നലെ വിളംബര ഘോഷയാത്രയോടെ ആരംഭിച്ചെങ്കിലും ഇന്ന് ഉച്ച മുതലാണ് ഊട്ടുപുരയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നല്ല വെജിറ്റേറിയൻ ഊണാണ്. ചോറ്, സാമ്പാർ, അവിയൽ, തോരന്, അങ്ങനെയുള്ള വെജിറ്റേറിയൻ ഊണൊക്കെ വിഭവസമൃദ്ധമായ ഊണാണ് ഇവിടെ എത്തുന്ന മത്സരാർത്ഥികൾക്കും അതുപോലെ മറ്റ് കുട്ടികൾക്കൊക്കെ ആയിട്ട് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും ഊട്ടുപുര പ്രവർത്തിക്കുന്നത് നമ്മുടെ SN ഹയർ സെക്കൻഡറി സ്കൂളിന്റെ UP സ്കൂളിലാണ് ഊട്ടുപുര പ്രവർത്തിക്കുന്നത്. വിളമ്പി കൊടുക്കുന്നത് മൊത്തം ടീച്ചർമാരാണ് കേട്ടോ. അടുത്ത സ്കൂളിലും അതുപോലെ മറ്റ് സ്കൂളുകളിൽ നിന്നൊക്കെ എത്തിച്ചേർന്ന ടീച്ചേഴ്സാണ്. അവർക്കാണ് ആ ഡ്യൂട്ടി. അപ്പൊ നമ്മുടെ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് ഈ 4 ദിവസം ഇവിടെ ഫുഡ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഹായ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. പേരെന്താ ചേട്ടാ? ഡോൺസിൽ. എവിടുന്നാ അവനെ? അരയങ്കാവ്. എല്ലാവരും ആണല്ലേ? ഇതാണ് നമ്മുടെ കോക്കി കേട്ടോ, മെയിൻ കോക്കി. സാറേ നമസ്കാരം. പേരെന്ന് പറയാമോ? അതല്ലേ, അരയങ്കാവിലെ. എന്നാ ഇവിടെ വന്നത് ശരിക്കും? ഞാൻ 2 കൊല്ലം മുമ്പ് തൊടുപുഴ മുതലക്കുളത്ത് വെച്ച് നടത്തിയ പരിപാടിയിലാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് അല്ലേ? ഇടുക്കിയിലേക്ക് ആദ്യമായിട്ടാണ്. ഓക്കെ. അപ്പം ഇന്നു മുതൽ നമ്മൾ 30-ാം തീയതി വരെ അടിപൊളി ഫുഡായിരിക്കും അല്ലേ? ബാക്കിയൊക്കെ ഭഗവാൻ തീരുമാനിക്കും. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന. ഫുള്ള് വെജിറ്റേറിയൻ ആണോ അതോ? ഫുൾ വെജിറ്റേറിയനും. അതെ. നാളെ മറ്റന്നാളും ഒക്കെ പായസം കൂട്ടിയുള്ള സദ്യ തന്നെയാണ്. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളാണ് എന്റെയൊക്കെ വിജയം. ഇല്ല, കുഴപ്പമില്ല. നമ്മളിപ്പോ നിലവിൽ ആളുകളോട് ചോദിച്ചു നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ ഉച്ചയ്ക്ക് വിളമ്പാനുള്ള നല്ല അടിപൊളി അവിയല് അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരു ചേട്ടൻ. അപ്പോൾ ഫുള്ള് വെജിറ്റേറിയൻ ആണ് നമ്മുടെ സ്കൂൾ കലോത്സവത്തിൻ്റെ മെനു എന്ന് പറയുന്ന കാര്യം നമ്മൾ കേട്ടല്ലോ. അതിനുള്ള പച്ചക്കറികൾ, പല വ്യഞ്ജനങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫുഡ്, നല്ല അടിപൊളി ഫുഡാണ് നമുക്കിവിടെ സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ എന്തുണ്ടോ ഇവിടെയൊക്കെ ചേട്ടന്മാർ വൈകുന്നേരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇല പാട്ടറ എന്ന് വെച്ചാൽ വൈകുന്നേരം അടയാണല്ലേ? ഇലയടയാണ്. അപ്പോൾ ഇലയടയ്ക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ 1ാമത്തെ ദിവസം അല്ല 2ാമത്തെ ദിവസം നമ്മൾ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് തന്നെയുള്ള ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഉള്ളിലെ ഫുഡ് കാര്യങ്ങളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നു മുതൽ 26-ാം തീയതി വരെ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നല്ല അടിപൊളി വെജിറ്റേറിയൻ ഫുഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. രാവിലെ 10 മണിക്ക് ചായ ഉണ്ടായിരുന്നു, അതുപോലെ ചെറിയ സ്നാക്സ് ഉണ്ടായിരുന്നു. ഇനി വൈകുന്നേരം അടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഇലയൊക്കെ ഇങ്ങനെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 ദിവസമായിട്ട് നടക്കുന്ന ജില്ലാ കലോത്സവത്തിലേക്ക് ഏകദേശം 4500-ലധികം കുട്ടികളാണ് മത്സരിക്കുവാൻ വേണ്ടി എത്തിച്ചേരുന്നത്. അങ്ങനെ അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും എല്ലാം കൂടെ കൂട്ടി ഏകദേശം 12000-ലധികം ആളുകൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. അവർക്കെല്ലാം നല്ല കിടിലൻ ആയിട്ടുള്ള ഫുഡ് ക്രമീകരിക്കുന്നത് എന്താണെങ്കിലും നമ്മൾ മുമ്പ് കണ്ടിരിക്കുന്ന കുക്കിംഗ് ടീമുമാണ്, വിളമ്പി കൊടുക്കുന്ന ടീച്ചേഴ്സാണ്. ഇവിടെ ഉച്ചയ്ക്കുള്ള ഊണ് നടക്കുന്നതുകൊണ്ട് തന്നെ വളരെ തിരക്കും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സ്കൂളിലുള്ള മറ്റ് സ്കൂളുകളിൽ നിന്ന് വന്നിരിക്കുന്ന SPC സ്റ്റുഡൻസും അതുപോലെ സംഘാടകരും മറ്റ് സ്കൂളുകളിൽ നിന്ന് തിരിക്കുന്ന മത്സരാർത്ഥികളും എല്ലാം കൂടി ഈ ഊട്ടുപുരയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളുടെ സൗഹൃദങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ഒരു ഏരിയ തന്നെയാണ് കലോത്സവത്തിലെ ഊട്ടുപുര.
ഫുഡ് കഴിച്ചോ? കഴിക്കണം. അപ്പോൾ അങ്ങനെ ഊട്ടുവര സജീവമായിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. സമയം ഏകദേശം ഒരു 1:15 അടുത്തുള്ള സമയമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നും ഉച്ച മുതലാണ് ശരിക്കും ഊട്ടുവര ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം 30-ാം തീയതി വരെ നല്ല അടിപൊളി ഫുഡ്, അത് നല്ല വെജിറ്റേറിയൻ ഫുഡ്. രാവിലെ കാപ്പി, അതുപോലെ 10 മണിക്ക് ചായ, ഉച്ചയ്ക്ക് ഊണ്, വൈകുന്നേരം ചെറിയ സ്നാക്സ് കാപ്പി, വൈകുന്നേരം അത്താഴം, അങ്ങനെയുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം നിലവിൽ കലോത്സവത്തിന് എത്തുന്ന കുട്ടികളും അതുപോലെ മത്സരാർത്ഥികളുമായിട്ടുള്ള എല്ലാ സംഘാടകരായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇവിടെ ഫുഡ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാഴ്ചകളുമായിട്ട് നമ്മൾ അധികം താമസിക്കാതെ ഇനിയും എത്താം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. വയലിൻ ആരംഭിച്ചു.